യാഗമായി സ്വന്തം ജീവനെ തന്നതിനാ. ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്, അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ, കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും മനോഹരമായൊരു പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിൻ്റെ വചനം അല്പമായിട്ട് ചിന്തിപ്പാനും ദൈവം ഈ ഒരു പ്രഭാതം കൂടി നമുക്ക് ദാനം നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം എന്ന ഒരു പുതിയ ചിന്തയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് തുടരുന്ന ഒരു ശിക്ഷ അത് അവസാനിക്കുന്നു എന്നാണ്. അതിന് ഉപോത്ബലകമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 92:7 അത് ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ച് പോകേണ്ടതിനാകുന്നു എന്നാണ്. നാം പലപ്പോഴും നിത്യമായ നരകത്തെക്കുറിച്ചും നിത്യമായ ശിക്ഷയെക്കുറിച്ചും അവസാനിക്കാത്ത കഷ്ടപ്പാടുകളെക്കുറിച്ചും കേട്ടിട്ടുണ്ടാവാം. അതിനൊരുപക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനോട് സാമ്യമായ വാക്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ അർത്ഥം മനസ്സിലാക്കുന്ന വാക്യങ്ങളുണ്ട് എന്നും നാം ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, വിശ്വസിച്ചേക്കാം. എന്നാൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ പാപം ചെയ്യുന്ന വ്യക്തികൾ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ദുഷ്ട മനുഷ്യർ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് വേർപെട്ടു പോകുന്നവർ നിത്യമായ കഷ്ടങ്ങളോ നിത്യമായ ശിക്ഷയോ നിത്യമായ യാതനകളോ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നും അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപം ചെയ്ത് മനസ്താപമില്ലാതെ മാനസാന്തരമില്ലാതെ തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരാതെ ജീവിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത കഷ്ടവും പ്രയാസവും വേദനയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ അതിന് തിരുവചന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന് സാങ്കത്യമില്ല, അല്ലെങ്കിൽ അതിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പൗലോസ് റോമാലേഖനം 6-23 പറയുമ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നാം മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ്റെ മരണത്തോടെ വാസ്തവമായി അവൻ്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നു. അതിനുശേഷം പാപികളെ സംബന്ധിച്ച് അവർ നിത്യമായി ഒരു മരണത്തിൽ ഏൽപ്പിക്കപ്പെടുകയും എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവർ എന്നും ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും, അതിന് അവസാനമില്ല എന്ന് നാം മനസ്സിലാക്കുന്നില്ല. കാരണം പുനരുത്ഥാനത്തിൽ രൂപാന്തരപ്പെടാത്തവർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ ഒരിക്കലും അവരുടെ നിത്യശരീരങ്ങളോടുകൂടി ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് കൊരിന്ത്യർ ലേഖനം 1-ാം പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നിത്യമായ ഒരു ശരീരത്തോടെ അല്ലെങ്കിൽ ഒരു വെണ്മയമായ ശരീരത്തോടെ നാം ജീവിക്കണമെങ്കിൽ, ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നാം പാപം കൂടാതെ മരിക്കുന്നവർ ആയിരിക്കണം. നാം പാപമില്ലാതെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളായി വിശുദ്ധ ജീവിതം നയിക്കുന്നവരാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ഭൗതിക മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നാം നശിച്ചു പോകുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു വെണ്മയ ശരീരം നമുക്ക് ലഭിച്ചുകൊണ്ട് ഒരു നിത്യ ശരീരത്തോടുകൂടി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ കാണുമെന്ന പ്രത്യാശയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ അവൻ മുന്നോട്ട് നയിക്കുന്ന പ്രത്യാശ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മലാക്കിയുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ വാസ്തവം പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് അവിടെ പറയുന്നത്, ദൈവം ഉണ്ടാക്കുന്ന ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ ചുവട്ടിൽ വെണ്ണീർ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ദുഷ്ടന്മാർക്ക് നാശമുണ്ട്, അല്ലെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് അവസാനമുണ്ട്, അവർ നശിച്ചു പോകും എന്ന് പറയുമ്പോൾ അവരുടെ നാശം അവസാനിക്കാത്ത ഒന്ന് ആണെന്നല്ല. എന്നാൽ അവരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നത് ഒരു സകല ദുഷ്ടതയും ഇല്ലാതാക്കുന്ന, സകല ദുഷ്ടതയും അവസാനിപ്പിക്കുന്ന, സകല ദുഷ്ടതയും ഭൂമിയിൽ നിന്ന് നീക്കുന്ന ഒരു ദിവസം ഉണ്ട്. അതോടുകൂടി സകല ദുഷ്ടതയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ദുഷ്ടത പ്രവൃത്തി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ മരണത്തോടെ അവരുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയും അവർക്ക് നിത്യമായൊരു പ്രത്യാശയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അവസാനമാകുന്നു. എന്നാൽ
ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, ദൈവജനം അനുസരിച്ചുകൊണ്ട് വിശുദ്ധി നയിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട്, അവർക്കൊരു നിത്യജീവനുണ്ട്, അവർക്ക് പുനരുത്ഥാനമുണ്ട്. അവർ രൂപാന്തരപ്പെട്ട ശരീരമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഈ നിത്യമായ നാശത്തിൽ നിന്ന് ഒരു മനുഷ്യന് വിടുതലുണ്ടാകുകയും നിത്യമായ ജീവൻ അവന് ലഭിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, നാം കർത്താവിലേക്ക് അടുത്ത് വന്ന് കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ പാപജീവിതം ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം എന്നേക്കും നശിച്ചു പോകാതെ നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ദുഷ്ടന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്നേക്കുമായി നിലനിൽക്കുന്ന ഒന്നല്ല, അതിന് ഒരവസാനമുണ്ട്. അത് അവരുടെ മരണത്തോടെ അവസാനിക്കുന്നു. എന്നാൽ വിശുദ്ധന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ ദൈവം നയിക്കുന്നവരെ സംബന്ധിച്ച്, ദൈവത്തിൽ വചനം പ്രമാണിക്കുന്നവരെ സംബന്ധിച്ച്, കർത്താവിൻ്റെ വീണ്ടും വരവിൽ പ്രത്യാശയോടെ മരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിലൊരു പ്രത്യാശയുണ്ട്, അവർക്ക് പുനരുത്ഥാനമുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്. അതാകുന്നു ദുഷ്ടന്മാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ നല്ല ജീവൻ നയിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തെ സംബന്ധിച്ചുള്ള വ്യത്യാസം. അതാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഈ ശിക്ഷ എന്ന് പറയുന്നത് അവസാനിക്കുന്നു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് നിത്യമായ ഒരു സമ്മാനം, ഒരു പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഈ ദൈവം നൽകുന്ന പ്രതിഫലം പ്രാപിക്കാൻ തക്കവണ്ണം ഒരു പുനരുത്ഥാനം നമുക്ക് ലഭിക്കാനും ഒരു നിത്യമായ ശരീരത്തിലൂടെ കർത്താവിനെ സ്വീകരിപ്പാൻ നമുക്ക് എഴുന്നേറ്റ് വരുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കാനും നാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നിത്യവിൻ്റെ അവകാശങ്ങളെ തീരുവാൻ നല്ല ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, വീണ്ടും അവിടുത്തെ സ്ഥലത്തിൽ കടന്നു വരുവാനും ഈ പ്രഭാത സമയത്ത് അടിയങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വചനം അല്പമായിട്ട് ചിന്തിപ്പാനും സമയത്ത് ഒത്തിനെ സ്തുതിക്കുന്നു. അടിയങ്ങൾ കർത്താവെ ഈ ലോകത്തിൽ നിന്നേക്ക് നശിച്ചു പോകുവാനല്ല, അവിടുത്തെ പ്രത്യാശയിൽ ജീവിപ്പാനും അവിടുന്ന് അടിയങ്ങൾക്ക് തരുന്ന രൂപാന്തരപ്പെട്ട ജീവിതമായിട്ട് പ്രത്യാശയിലേക്ക് കടന്നു വരുവാനും അടിയങ്ങൾ അവിടുന്ന് സഹായിക്കുകയും കർത്താവെ അടിയങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളായി ജീവിപ്പാനും അവിടുത്തെ വിശ്വാസത്തിൽ മരിപ്പാനും പ്രത്യാശയുടെ കർത്താവിടേകൾക്ക് അവിടുത്തെ വരവിനായി കാത്തിരിപ്പാനും അടിയങ്ങൾ അവിടുന്ന് സഹായിക്കണം. ഈ ചിന്ത കർത്താവെ പങ്കുവെച്ച് അത് ശ്രവിച്ച് അത് മനസ്സിലാക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കൃപയിലും കരുണയിലും എടുത്ത് കാത്തുകൊള്ളണം. മാനവത കഥാവ് എടുക്കണം. എല്ലാ അടികൾക്കായി ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപയുടെ നല്ല ദൈവമേ,